അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നലെ നമ്മൾ ബദറിൻ്റെ രാവായതുകൊണ്ട് ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏതാനും വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നാണ് ബദർ ദിനം, റമദാൻ 17. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഹിജ്റ 2-ാം വർഷം റമദാൻ 17 വെള്ളിയാഴ്ചയായിരുന്നു ബദർ നടന്നത്. അഥവാ AD 624 ജനുവരി മാസത്തിൽ. ഒരു യുദ്ധം ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സഹാബാക്കളോട് പറഞ്ഞ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസ് ഇന്നലെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നിങ്ങളൊരിക്കലും ശത്രുക്കളെ കണ്ടുമുട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇവിടെയും അതുണ്ടായിട്ടില്ല. പിന്നെ തങ്ങളുടെ സ്വത്ത് അപഹരിച്ചുകൊണ്ട് ഷാമിൽ കൊണ്ടുപോയി കച്ചവടം നടത്തി തിരിച്ചു പോരുന്ന അബൂ സുഫിയാനെയും സംഘത്തെയും, അവർ 70 പേരാണ്, സംഘത്തെയും ബദർ വഴിയാണ് അവർ മക്കയിലേക്ക് പോവേണ്ടത്, അവിടെ തടയുക എന്ന ലക്ഷ്യം മാത്രമാണ്. അതുകൊണ്ടാണ് ആ സംഘത്തേക്കാൾ 10 മടങ്ങുള്ള മുസ്ലിമീങ്ങൾ പുറപ്പെട്ടത്. ബദറിലെ ആകെ മുസ്ലിമീങ്ങളുടെ എണ്ണം മുസ്ലിം പക്ഷത്ത് 313 ആളുകളാണ്. ശത്രുപക്ഷത്ത് 950 പേരും. മുസ്ലിമീങ്ങളിൽ നിന്ന് ഷഹീദായവർ, കൊല്ലപ്പെട്ടവർ 14 പേരും. ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 ആളുകളുമാണ്. ബദർ പിന്നീട് ആണ് ബദറിന് അംഗമൊരുങ്ങുന്നത്. അബൂ സുഫിയാൻ്റെ വാക്ക് മാനിച്ച് അബൂജഹൽ വഴിയിൽ നിന്ന് മടങ്ങി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരു യുദ്ധ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ല. പക്ഷേ അഹങ്കാരിയായ അബൂജഹൽ മുന്നോട്ട് പോകണമെന്നും ബദറിൽ തമ്പടിക്കണമെന്നും അവൻ്റെ കൂടെയുള്ള ഒട്ടകങ്ങളെയും നർത്തകിമാരെയും ഒക്കെ കൊണ്ട് ആസ്വദിക്കണമെന്നുമായി. അങ്ങനെയാണ് ബദർ അരങ്ങേറുന്നത്. ഖുർആൻ പറഞ്ഞതുപോലെ ഉദിനലില്ലദീന യുഖാത്തലൂന, യോദ്ധാക്കൾക്ക് സമ്മതം നൽകിയത് എന്തുകൊണ്ടാ? ബി അന്നഹും ളുലിമു, അവർ മർദ്ദിതരാണെന്ന കാരണം കൊണ്ടാണ്. മർദ്ദിക്കപ്പെട്ടപ്പോഴാണ് സമ്മതം നൽകിയത്. മർദ്ദിതരായിട്ട് തന്നെ 10 വർഷക്കാലം രഹസ്യമായി പ്രബോധനം ചെയ്തപ്പോഴും 3 വർഷക്കാലം പരസ്യമാക്കിയതിൻ്റെ പേരിൽ അതിക്രൂരമായ ഉപരോധത്തിലകപ്പെട്ടപ്പോഴും ഒന്നും മർദ്ദിതർ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആജ്ഞ വരുന്നത്. ഉദിനലില്ലദീന യുഖാത്തലൂന ബി അന്നഹും ളുലിമു. എന്നിട്ട് അള്ളാഹു പറയുന്നു, വ ഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, അള്ളാഹു മുസ്ലിം പക്ഷത്തെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ധൈര്യമായൊരു യുദ്ധസന്നാഹത്തിന് ഒരുങ്ങിക്കോളൂ എന്നർത്ഥം. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, ആരാണ് ഈ മർദ്ദിതർ? അവർ അവരുടെ വീടുകളിൽ നിന്ന് അനധികൃതമായി പുറത്താക്കപ്പെട്ടവരാണ്. പുറത്താക്കപ്പെട്ട് പലായനം ചെയ്ത് സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വന്നവരാണ്. എന്താ കാരണം? ഇല്ല അൻ യഖൂലു റബ്ബുനല്ലാഹ്, ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന പ്രഖ്യാപനം മാത്രമാണ് ആ മർദ്ദനത്തിനും പുറത്താക്കപ്പെടലിനും കാരണം. വേറെ പറയത്തക്ക ഒരു കാരണവും മുസ്ലിം പക്ഷത്ത് നിന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് എല്ലാത്തിനും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മദീനയിൽ വന്ന് അംഗസംഖ്യ അത്യാവശ്യമായി, അതോടൊപ്പം തന്നെ കാലുറച്ചു എന്ന് കണ്ടപ്പോഴാണ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതിരോധിക്കാം. അപ്പോഴും ബദറിലേക്ക് പോകുന്നത് തങ്ങളുടെ സ്വത്ത് അപഹരിച്ചു കൊണ്ടുവരുന്ന അബൂ സുഫിയാനെ തടയുക എന്ന ലക്ഷ്യത്തോട് മാത്രമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അബൂ സുഫിയാൻ വഴിമാറിപ്പോയി ചെങ്കടൽ തീരത്തിലൂടെ മക്കയിലേക്കുള്ള റൂട്ട് പിടിച്ചു. അബൂജഹലിനെ വിവരമറിയിച്ചു. പക്ഷേ അബൂജഹൽ സമ്മതിച്ചില്ല, ബദറിലേക്ക് വന്നു. അങ്ങനെ നബി സഹാബത്തും
റളിയല്ലാഹു അൻഹും വിശന്നൊട്ടിയ വയറും അതേപോലെ തന്നെ മെലിഞ്ഞ ശരീരവുമായി നിരായുധരായി ഒരു ബദറിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആകെയുള്ളത് 70 ഒട്ടകങ്ങളും 2 കുതിരകളും. പോവേണ്ടത് 313 സ്വഹാബികളാണ്. ഓരോരുത്തർക്കും 3 പേർക്ക് ഒരൊട്ടകം വീതം ആയിരുന്നു യാത്രാവാഹനം. 145 കിലോമീറ്ററാണ് മദീനയിൽ നിന്ന് ബദറിലേക്കുള്ളത്. 350ഓളമുണ്ട് ബദറിൽ നിന്ന് മക്കയിലേക്ക്. ഏതായാലും ആ യുദ്ധപടയെ ആദ്യമായി നയിക്കുന്നത് മുഹാജിറുകളിൽ നിന്നുള്ള മുസ്അബ് ബിൻ ഉമൈറും റളിയല്ലാഹു അൻ, അലി ബിൻ അബി ത്വാലിബിൻ റളിയല്ലാഹു അൻ, അതേപോലെ തന്നെ അൻസാറിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. ഇവരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പതാകവാഹകരായി തിരഞ്ഞെടുത്തത്. മക്കയിൽ നിന്ന് വന്ന ആളുകളാണ് മുഹാജിറുകൾ. 2 മുഹാജിറുകളും അതേപോലെ തന്നെ നേരത്തെ തന്നെ മദീനയിലുള്ളവരാണ് അൻസാറുകൾ. 1 അൻസാറിനെയും മുസ്അബ് ബിൻ ഉമൈറിനെയും അലി ബിൻ അബി ത്വാലിബിനെയും അതേപോലെ തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയും അങ്ങനെ ആ പതാക വാഹകരായി ഏൽപ്പിക്കുകയുണ്ടായി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരിമിതമായ വാഹന സൗകര്യം, 70 ഒട്ടകം 313 ആളുകൾക്ക്. അതേപോലെ തന്നെ 3 പേർക്ക് ഒരൊട്ടകം വീതം, 2 കുതിരകളും. ഇത്രയും വലിയ ഈ യുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ അതുമാത്രമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനും അതേപോലെ തന്നെ അബൂലുബാബ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവും അബൂലുബാബ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരൊറ്റൊട്ടകമായിരുന്നു യാത്രക്ക്. അതുകൊണ്ട് തന്നെ 2 ആളുകൾ യാത്ര ചെയ്യും. ആദ്യം ഒരാൾ കയറി യാത്ര ചെയ്യും. ഒരു നിശ്ചിത ദൂരം കഴിഞ്ഞാൽ അയാൾ ഇറങ്ങി വേറെ ഒരാൾ യാത്ര ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഊഴം ഇറങ്ങാനുള്ള സമയമാകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ അബൂലുബാബ റളിയല്ലാഹു അൻഹുവും നബിയോട് പറയും, നിങ്ങൾ ഇറങ്ങണ്ട, ഞങ്ങളുടെ ഊഴവും കൂടെ നിങ്ങളെടുത്തു എന്ന് പറയും. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വാക്കുണ്ട്. എന്താ? മാ അൻതുമാ ബി അഖ്വാ മിന്നി, മാ അൻതുമാ ബി അഖ്വാ മിന്നി. ഓ അലി എന്നവരെ അതേപോലെ തന്നെ അബൂലുബാബ എന്നവരെ, നിങ്ങൾ 2 പേരും എന്നേക്കാൾ ശക്തിയുള്ളവരല്ല, എന്നേക്കാൾ പോഷകാഹാരങ്ങൾ കഴിച്ചവരല്ല. അതേപോലെ വമാ അന ബി അഗ്നാ അനിൽ അജ്രി മിൻകും, നബിതങ്ങളുടെ വാക്ക. വമാ അന ബി അഗ്നാ മിനൽ അജ്രി മിൻകും, ഞാനാണെങ്കിലോ റബ്ബിൽ നിന്നുള്ള പ്രതിഫലം കൊണ്ട് നിങ്ങളെക്കാൾ ആഗ്രഹം തീർന്നയാളുമല്ല. അതുകൊണ്ട് തന്നെ ഞാനും നടക്കാം, അതേ നിങ്ങളും വാഹനത്തിൽ കയറണം. ഒരു നേതാവ് അണികൾക്ക് നൽകുന്ന നിർദ്ദേശമാണ്. എൻ്റെ ഊഴം വരുമ്പോൾ ഞാൻ ഒട്ടകപ്പുറത്ത് കയറാം, നിങ്ങളുടെ ഊഴം വരുമ്പോൾ നിങ്ങളും ഒട്ടകപ്പുറത്ത് കയറണം. കാരണം എന്തേ? നിങ്ങൾ എന്നേക്കാൾ ശക്തിയുള്ളയാളല്ല, നിങ്ങളെക്കാൾ റബ്ബിൻ്റെ പ്രതിഫലം തികഞ്ഞയാളും അല്ല ഞാൻ. ഒരു ലീഡർഷിപ്പിൻ്റെ ഏറ്റവും നല്ല മകുടോദാഹരണമാണ് ആ വാക്ക്. ഏതായാലും അങ്ങനെ യാത്ര പോയി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടരും ആദ്യം പോകുന്നത് ഇതിനായിരുന്നു, കച്ചവട സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതായാലും വിഷയം മാറിയപ്പോൾ ബദർ എന്ന വലിയൊരു യുദ്ധമുഖത്തെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബികളായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഇവരെ 3 പേരെയും വിളിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഇവരെ 3 പേരെയും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു കൂടിയാലോചന നടത്തി. നമ്മുടെ പ്ലാൻ തെറ്റിയിട്ടുണ്ട്, അവർ 1000ഓളം വരുന്ന ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട്, 800ഓളം കുതിരകളും എണ്ണമല്ലാത്ത ഒട്ടകങ്ങളും
അതേപോലെ തന്നെ നർത്തകിമാരും കുടിച്ചാസ്വദിക്കാനുള്ള മദ്യക്കുപ്പികളും ഇതെല്ലാമായി അവർ ബദറിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആരോടോ പറയുന്നത്? 313 നിരായുധരായ സഹാബികളോട്. വിശന്നൊട്ടിയ വയറ്, പലപ്പോഴും വിശപ്പ് മാറാൻ വേണ്ടി വയറ്റിൽ കല്ലുവെച്ച് കെട്ടിയ പാവങ്ങൾ, ഇവരോടാണ് പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹും അതേപോലെ തന്നെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹും ആ വിഷയത്തോട് പറഞ്ഞു, നബിയെ, ഒരു പേടിയും പേടിക്കേണ്ട, ഞങ്ങൾ തയ്യാറാണ്. അവരാണ് ലീഡർമാർ. ഞങ്ങൾ തയ്യാറാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൊത്തത്തിൽ ഒരു കൂടിയാലോചന നടത്തി. ഇവർ 3 പേരും മുഹാജിറുകളാണ്. ഇവർ 3 പേരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നവരാണ്. അവിടെയുള്ള അൻസാറുകളെയും ബാക്കിയുള്ള മുഹാജിറുകളെയും വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു കൂടിയാലോചന നടത്തി. അപ്പോൾ അൻസാറുകൾക്ക് മനസ്സിലായി ഇത് അവരുടെ കൂടെ സമ്മതം, പിന്തുണ തേടിയിട്ടുള്ള ചോദ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൻസാറുകളുടെ നേതാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ബദറിലെ പതാകവാഹകർ 3 പേരാ. ആ 3 പേരിൽ മൂന്നാമൻ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അൻസാരിയാണ്, മദീനക്കാരനാണ്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ വീണ്ടുമുള്ള ചോദ്യം കേട്ടപ്പോൾ പറഞ്ഞു, കാന്നക തുഅരിദു ബിനാ യാ റസൂലല്ലാഹ്, നബിയെ, അങ്ങയുടെ ഈ ചർച്ച കേട്ടിട്ട്, മുഷാവറ കേട്ടിട്ട് ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ പിന്തുണയാണോ തേടുന്നത് എന്ന് തോന്നിപ്പോകുന്നു. എന്നിട്ട് പറഞ്ഞു, വകാന്നക തഖ്ശാൻ തകൂനൽ അൻസാറു തറാ ഹഖ്ഖൻ അലയ്യ അല്ലാ തൻസുറുക ഇല്ലാ ഫീ ദിയാരിഹിം. നബിയെ, അങ്ങ് കരുതിപ്പോയോ അൻസാറുകൾ അവരുടെ വീടുകളിലേക്ക് അങ്ങ് ചെന്നാൽ മാത്രമേ അങ്ങയെ സഹായിക്കൂ എന്നങ്ങ് കരുതിപ്പോയെങ്കിൽ അങ്ങേക്ക് തെറ്റിപ്പോയി. ഒരിക്കലും അങ്ങനെയല്ല. എന്നിട്ട് പറഞ്ഞു, വഇന്നി യഖൂലു അനിൽ അൻസാരി വ ഉജീബു അന്നും, ഞാനിതാ അൻസാറുകളുടെ പ്രതിനിധിയായി കൊണ്ട് പറയുന്നു, ഫംളി ബിനാ ഹൈസു ശിഅത, നബിയെ, അങ്ങ് എങ്ങോട്ടാണോ ഞങ്ങളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ധൈര്യമായി അവിടെ നിന്ന് അങ്ങ് ഞങ്ങളെ കണ്ടുപോയിക്കോളൂ. വസിൽ ഹബല മൻ ശൈത വഖത ഹബല മൻ ശൈത, ആരോട് പോരാടാനാണോ, ഏത് സംഘത്തോട് പോരാടാനാണോ അങ്ങ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. വഖുദു മിൻ അംവാലിനാ മാ ശൈത, ഈ മദീന പ്രവിശ്യയിലെ സമ്പത്ത് മുഴുവനും ഞങ്ങളുടേതാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് വേണമെങ്കിലും എടുത്തോളൂ. വാഴത്തിന മിൻഹാ മാ ശൈത, എന്തു ബാധ്യതകൾ വേണമെങ്കിലും ഞങ്ങൾക്ക് തന്നോളൂ. എന്നിട്ട് പറഞ്ഞു, വമാ അഖദ്ത മിന്നാ കാന ഹബ്ബ ഇലൈനാ മിമ്മാ തറക്ത, നിങ്ങൾ എന്താണോ ഞങ്ങളുടെ സ്വത്തിൽ നിന്ന് എടുക്കുന്നത് അതാണ് എടുക്കാതെ ഇവിടെ ബാക്കി വെക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് അൻസാറുകളുടെ നേതാവായ ബദറിൻ്റെ വാഹകർ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് വന്നാലും, എങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞാലും ഞങ്ങൾ വരുന്നതാണ്. ആ സമയം പിന്നെ ഒരു വാക്കും കൂടെ പറഞ്ഞു, ലൈനിസ്തറൽത ബിനാ ഹാദൽ ബഹറ ലഖലനാഹു മാക, നിങ്ങളോടുകൂടെ ഈ കാണുന്ന ചെങ്കടലിൽ ഞങ്ങളും ചാടണമെന്നാണോ അവിടുത്തെ കൽപ്പനയെങ്കിൽ ലഖലനാഹു മാക, നിങ്ങളോടുകൂടെ ഞങ്ങളും ആ ചെങ്കടലിലേക്ക് എടുത്തു ചാടും, ഒരു സംശയമില്ല. പിന്നീട് ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇതേപോലെ സംസാരിച്ചു. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് സന്തോഷം വന്നു, ഇവരുടെ പിന്തുണ കണ്ടപ്പോൾ. ഫാശ്റഖ വജ്ഹുർ റസൂലി ബിമാ സമിഅ മിൻഹും, ഇതവരിൽ നിന്ന് കേട്ടപ്പോൾ നബി തങ്ങളുടെ മുഖം പ്രസന്നവദനായി, റസൂലുള്ളാഹി തങ്ങൾക്ക് സന്തോഷമായി. വഖാല, നബി തങ്ങൾ പറഞ്ഞു, വസീറു അബ്ശിറു, നിങ്ങൾ സന്തോഷത്തോടു കൂടെ യാത്ര തുടർന്നോളൂ. ഫഇന്നല്ലാഹ വഅദ ഇഹ്ദത്ത് ത്വായിഫത്തൈൻ, അല്ലാഹു തആല രണ്ടാൽ ഒരു സംഘത്തെ നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ അബൂ സുഫിയാനും കൂട്ടരുമായിരിക്കും, അവർ കടന്നുപോയി, അല്ലെങ്കിൽ അബൂജഹലും കൂട്ടരുമായിരിക്കും. അബൂ സുഫിയാനും സംഘമാണെങ്കിൽ വെറും 70 പേരെ അവരുള്ളൂ. 313 പ്രതിരോധ സംഘത്തിലെ ശത്രുപക്ഷത്ത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പേടിയാണ്. അല്ല, അബൂജഹലും കൂട്ടരുമാണെങ്കിലോ
950 പേരും ആയിരക്കണക്കിന് 1000-ഓളം വരുന്ന കുതിരകളും എണ്ണമറ്റ ഒട്ടകങ്ങളും അതേപോലെ അതിലും വീതെ നല്ല ആയുധബലവുമായിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. ആയുധബലവുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് രണ്ടാൽ ഒരു ത്വാഇഫത്തിന് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആരോടുമാവാം യുദ്ധം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കൂടെ ബദറിലേക്ക് ചെന്നു. ബദറിലേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തമ്പടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇരിക്കുന്നത് ആദ്യം തമ്പടിച്ചത് ഒരു ചതുപ്പുള്ള നിരത്തിലാണ്. വെള്ളം കിട്ടുന്ന ഒരു ചതുപ്പുള്ള നിരത്തിൽ, ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന സ്ഥലത്ത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹുബാബ് റളിയല്ലാഹു അൻഹു എണീറ്റ് എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അറഅയ്ത ഹാദൽ മൻസില, നമ്മൾ ഇവിടെ തങ്ങണമെന്നാണോ, ഇവിടെ ടെൻ്റ് അടിക്കണമെന്നാണോ അങ്ങയുടെ അഭിപ്രായം? എന്നിട്ട് ചോദിച്ചു, അമൻസിലൻ അള്ളാഹു തആല നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത താമസ സ്ഥലം ആണോ ഇത്, അല്ലയോ? അതല്ല, യുദ്ധത്തിൻ്റെ തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി അങ്ങ് തന്നെ തിരഞ്ഞെടുത്തതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ്. ആ സമയത്ത് ഹുബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എങ്കിൽ നമുക്ക് അല്പം കൂടെ മുന്നോട്ട് പോവാം, അല്പം കൂടെ മുന്നോട്ട് പോവാം. അവിടെ മുസ്ലിമീങ്ങൾ തന്നെ പണി കഴിപ്പിച്ച ഉണ്ടാക്കിയ ഒരു വെള്ളത്തടാകമുണ്ട്. ബദറിൽ ഒരു വെള്ളത്തടാകമുണ്ട്. ആ വെള്ളത്തടാകത്തിൻ്റെ അരികിലേക്ക് നമുക്ക് പോവാം എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് പറഞ്ഞു, ആ വെള്ളത്തടാകത്തിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് അശർത ബിർറഈ, ഹുബാബേ, നിൻ്റെ അഭിപ്രായം വളരെ നല്ലത്. അത്രയും വലിയ സഹാബത്തിനിടയിൽ ബഹുമാനപ്പെട്ട ഹുബാബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ടെൻ്റടിച്ച സ്ഥലം അത്ര പോരാ, ഒരിത്തിരി കൂടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ലീഡറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാനുണ്ടാകുമ്പോൾ നീ സംസാരിക്കല്ല ഹുബാബേ എന്നൊരിക്കലും പറഞ്ഞില്ല. അവിടെ നിന്ന് പറഞ്ഞു, ലഖദ് അശർത ബിർറഈ, നല്ല അഭിപ്രായം, ഞാനത് അംഗീകരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ വെള്ളത്തടാകത്തിൻ്റെ അരികിൽ പോയി അവിടെ ടെൻ്റ് കെട്ടിക്കൊണ്ട് താമസിക്കാം. ഇതാണ് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി, ഇതാണൊരു നേതാവിൻ്റെ ക്വാളിറ്റി, നിലവാരം. നേരത്തെ ഞാൻ പറയുകയുണ്ടായി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് വരുന്ന രംഗം, അവിടെ നിന്നുള്ള ഊഴം, നടക്കാനുള്ള ഊഴം മറ്റുള്ള സഹാബികൾ അലി റളിയല്ലാഹു അൻഹും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുമാണ് നബി തങ്ങളുടെ ഒട്ടകത്തിൽ കയറാനുള്ളത്. അവർ അതിൽ നിന്ന് പിന്മാറി, നബിയെ അങ്ങ് യാത്ര ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞൊരു വാക്ക് എന്താ പറഞ്ഞത്? ഞാൻ വലൈസ അന ബി അഖ്വ മിൻകും, നിങ്ങളെക്കാൾ ആരോഗ്യവാനല്ല. നിങ്ങൾ മാൻ തുമാ ബി അഖ്വ മിന്നി, നിങ്ങൾ എന്നേക്കാൾ ആരോഗ്യവാന്മാരല്ല. മാത്രമല്ല രണ്ടാമത് പറഞ്ഞു, നിങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം തികഞ്ഞയാളും അല്ല ഞാൻ. ഇവിടെ ബഹുമാനപ്പെട്ട ഹുബാബ് റളിയല്ലാഹു അൻഹു, നബിയെ, നമുക്ക് വേണമെങ്കിൽ ഒരൽപ്പം അങ്ങോട്ട് നീങ്ങി നിൽക്കാം എന്നൊരഭിപ്രായം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടും അഹങ്കാരത്തിൻ്റെ കണിക പോലും കാണിക്കാതെ, അത് മനസ്സിലില്ലാത്ത നേതാവ് ഹുബാബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലഖദ് അശർത ബിർറഈ, നിങ്ങൾ പറയുന്നത് നല്ല ഒരു അഭിപ്രായമാണ്. ഇതൊരു ലീഡർക്ക് ഉണ്ടാവേണ്ട, ഒരു നേതാവിനുണ്ടാവേണ്ട ക്വാളിഫിക്കേഷനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാർഗം, അസ്ഹാബുൽ ബദരീങ്ങളുടെ മാർഗം അനുധാവനം ചെയ്ത് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.